അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. നമസ്കാരം. റിപ്പോർട്ടർമാർ അങ്ങനെ ചാനൽ റിപ്പോർട്ടർമാരെ കോലി തൂക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾ നവദ്വാരങ്ങളിലൂടെ മുളകരച്ച് തേക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ മൈക്കും തൂക്കി റിപ്പോർട്ടർമാർ ചോദിച്ച ചോദ്യം കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ കൂടി കുത്തി പറയിക്കാൻ ശ്രമിച്ച് അങ്ങനെ വീണ്ടും നിയമകുരുക്കിൽ കൊണ്ട് ചാടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആ ഒരു ശ്രമം, ഗൂഢശ്രമം ഉണ്ടല്ലോ, നമ്മള് മലയാളികൾ മുഴുവൻ കണ്ടതാണ്. അതിന്റെ മെറിറ്റിലേക്ക്, ആ കേസിന്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ മാധ്യമധർമ്മമല്ല അവിടെ അവർ ചെയ്തത്. പിന്നീട് രമേശ് പിഷാരടി വന്നപ്പോഴും ഇത് തന്നെ. രമേശ് പിഷാരടിയെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കുക, പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും പറയിപ്പിക്കാൻ നോക്കുക, വിവാദം ഉണ്ടാക്കുക, അതിന് പല നിലയ്ക്ക് കുത്തി കുത്തി ചോദിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ രമേശ് പിഷാരടി വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങൾ കൂടി വളരെ പാകമായി പക്വമായി ഇത് ഇടപെട്ടത് നമ്മൾ കണ്ടു. ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി വിജയിച്ചു കഴിഞ്ഞു. ഇന്ന് വിജയിച്ച വിവരം അറിഞ്ഞ ശേഷം തന്നെ വളഞ്ഞ പത്രക്കാരോട് രമേശ് പിഷാരടി പറഞ്ഞ വാക്കുകൾ: മികച്ച വിജയമാണ് പാലക്കാട് എന്ന് മാത്രമല്ല, മികച്ച വിജയമാണ് കേരളത്തിൽ എന്ന് തിരുത്താൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. വലിയ സന്തോഷം. പാലക്കാടുള്ള ഓരോ ജനങ്ങളോടും എന്നെ ഈ ഒരു ദൗത്യം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമ്പോൾ ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച നേതൃത്വത്തിനും പിന്നെ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ, ഒപ്പം പ്രവർത്തിച്ച കുറേയധികം ദിവസം ഒപ്പം ഊണും ഉറക്കവും ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച പ്രവർത്തകർ, പിന്നെ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും എല്ലാം പിന്തുണച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള അഹേതവുമായ നന്ദി പറയാനും കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഹൃദയംഗമമായ നന്ദി എല്ലാവർക്കും. അതെ, ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. വന്ന് ഇറങ്ങും പറയാം എത്ര കിട്ടും എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു. ശരിയായല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ. അതെ, പിഷാരടി അടുത്ത തെരഞ്ഞെടുപ്പിന് പറയും എത്ര വോട്ടിന് ജയിക്കുന്നു പറയും. നേരത്തെ മനസ്സറിഞ്ഞ് അങ്ങനെ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതെ, ഞാൻ ആദ്യം പറഞ്ഞ അതാ, ജനമനസ്സറിയുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളെ വലിയവരായി തന്നെ കാണണം, അവരെ ബഹുമാനിക്കണം, അവരാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നുള്ള ബോധ്യം ഓരോ നിമിഷവും ഓരോരുത്തരും ഓരോ പൊതുപ്രവർത്തകനും മനസ്സിൽ ഓർക്കണം എന്ന് വിളിച്ചു പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ടോ? ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്തരം ചെയ്തികൾക്കെല്ലാം ഉള്ളൊരു ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇനി ഞാനത് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു മറുപടി അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറയേണ്ടതായിട്ടില്ല എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം ജനാധിപത്യ മൂല്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ആഘോഷമോ അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടു തവണ പാലക്കാട് കോൺഗ്രസിന് MLA ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു വികസനങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പാലക്കാട്. ഇത്തവണ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നതിന് വളരെ പ്രതിജ്ഞാബദ്ധമായി വളരെ ശ്രദ്ധയോടെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.